നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 25 ഫെബ്രുവരി 2026 നമ്മളുടെ മോർണിംഗ് ഉണ്ടായിരുന്ന മോർണിംഗ് ബയാസ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ആ ദിവസം എടുത്തിട്ടുള്ള എൻട്രീസ് ഏതൊക്കെയാണ്, ആ, അന്നത്തെ മാർക്കറ്റ് ഏത് രീതിയിലാണ് പെർഫോമൻസ് ചെയ്തത്, ഇന്നത്തെ 26 ഫെബ്രുവരി 2026 മാർക്കറ്റിന്റെ ആൻറ്റിസിപ്പേഷൻ എന്താണ്, നമ്മുടെ മാർക്കറ്റ് വ്യൂ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കളയാണ്. നമ്മുടെ മാർക്കറ്റ് വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ മന്ത്ലി ഓർഡർ ബ്ലോക്ക് ഇതൊരു സപ്ലൈ ആണ്. ഇതിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡിലോട്ടൊരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഈ ഒരു റിയാക്ഷനിലെ എൻട്രീസ്, റിയാക്ഷൻസ്, അതായത് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലുള്ള മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എൻട്രീസ് 1:4, 1:3, 4 നമ്മുടെ ലോങ് എൻട്രീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് മന്ത്ലിയിലെ ഒരു വ്യൂ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് വരുന്നത് ഇപ്പോൾ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസത്തെയാണ് ഇത്. ഫെബ്രുവരി മന്ത് ക്യാൻഡിൽ അവിടെ ഒരു ഡോഞ്ചി ഫോമാറ്റിലവിടെ സ്റ്റിൽ റണ്ണിങ് ആണ്. 1 ഡേ 24 hours ആണ് ബാലൻസ് ഉള്ളത്. ഓക്കെ ഫൈൻ. ഇനി ഞാൻ ജസ്റ്റ് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫസ്റ്റ് ലെഗ്, ഇതിനാണ് നമ്മൾ ഒരു ലെഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെഗ് കംപ്ലീറ്റ് ചെയ്തു. അഗെയിൻ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് അഗെയിൻ എന്ത് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഇതിനൊരു ലെഗ് കിട്ടി. പക്ഷെ ഈ ഒരു ലെഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൗൺ സൈഡ് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലിക്വിഡിറ്റി സ്വീപ്പാണ് മാർക്കറ്റിൽ. എന്ത് നടന്നിട്ടില്ല, മാർക്കറ്റ് ക്ലോസ് ഇവിടെ നടന്നിട്ടില്ല. ഫൈൻ. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വീക്കറാണ്, അതായത് വീക്കാണ്. ഡൗൺ സൈഡ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അതായത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് ബയ്യേഴ്സ് അത് ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യും. ശേഷം പെട്ടെന്ന് സെല്ലേഴ്സ് അത് കൺട്രോളിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സിനാരിയോയിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ, ഈ പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിലൊരു റിയാക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇതാക്കിയിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഓവറോൾ വ്യൂ ഇവിടെ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, ഇവിടെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹയർ പോകാനുള്ള പോസിബിലിറ്റിയിലായിരുന്നു നമ്മൾ സ്റ്റിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈൻ. ഇനി ജസ്റ്റ് ഫോർ അവർ യെസ്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടി. സോ ഇതിൽ നമ്മൾ ലാസ്റ്റ് എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോഞ്ചി ക്യാൻഡിൽസ്, അതായത് ബയേഴ്സ് കൺട്രോൾ എടുത്തിട്ട് പെട്ടെന്ന് സെല്ലേഴ്സ് നടന്നു പറഞ്ഞില്ലേ, അത് ഈ ഒരു റേഞ്ചിലായിരുന്നു. സോ അതിൽ ഏറ്റവും അവസാനത്തെ സപ്ലൈ ആയിരുന്നു ഇത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ട് ഡൗൺ സൈഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അതുപോലെ തന്നെ ഡൗൺ സൈഡ് മാർക്കറ്റ് പോവുകയുണ്ടായി. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ.
സോ ഇതൊരു റിവ്യൂ അല്ല നമ്മുടെ നെക്സ്റ്റ് ഡേയിലുള്ള ഇന്നലത്തെ ഉള്ള മാർക്കറ്റിന്റെ നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ജേണൽ എപ്പോൾ എടുത്ത് കാണുമ്പോഴും നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു പർപ്പസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ ഫൈൻ. ഇനി ജസ്റ്റ് 1 അവർ എടുക്കാം. 1 അവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് അതിൻ്റെ ഒരു സൈസ് ചെറുതാക്കാൻ പറ്റുമായിരുന്നു. ഈ രീതിയിൽ നമ്മളൊരു ICT OBയിലോട്ട് ചുരുക്കി 1 അവറിൽ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്തു. ഏകദേശം ഈ ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ തന്നെ കട്ട് ചെയ്യേണ്ടി വന്നു. ഫുള്ള് ഇതുവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നില്ല. റിയാക്ഷൻ എൻട്രി മാത്രമായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇന്നലത്തെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മൾ 15 മിനിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്കറിയാം താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡൗൺ സൈഡ് എൻട്രീസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇന്നലെ എൻട്രി എടുക്കാനുള്ള ഏറ്റവും വലിയ പോസിബിലിറ്റി ആയിട്ട് കണ്ടിരുന്ന ഏരിയ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിലെ ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺ സെക്കൻഡ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ ഇന്നലെ വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു വെച്ചാൽ, അതുവരെയുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ 50 മിനിറ്റ്സിലെ നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അവിടെ. സോ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടിയ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റ് അത് മിറ്റിഗേറ്റ് ചെയ്യുന്നു, താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതൊരു സ്ട്രോങ്ങർ ആണ്. അഗൈൻ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മാർക്കറ്റ് അഗൈൻ വന്ന് ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്നു ഇവിടെ ഒരു ICT ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും ഡൗൺ ഫാൾ കണ്ടിന്യൂ ചെയ്യണം. അഗൈൻ ഈ ഫാളിലൊരു പ്രത്യേകതയുണ്ട്, ഇവിടുത്തെ ഇതിൻ്റെ താഴെ ക്ലോസും വെക്കുന്നുണ്ട്. വൺസ് ഇത് വെച്ചപ്പോൾ നമ്മൾക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇവിടെ നിന്നായിരുന്നു എൻട്രീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു എൻട്രി പ്ലേസ് ചെയ്യും, ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ കട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു. അഗൈൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ലെഗ് എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്വീപ്പ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ അത്തരം ആ സ്വീപ്പ് നമുക്ക് എന്തിലോട്ട് വഴിനയിച്ചു, മാർക്കറ്റ് അഗെയിൻ അപ്സൈഡിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റിയിലോട്ട് നമുക്ക് വഴി നടന്നിട്ടുണ്ടായിരുന്നു. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ആൻറ്റിസിപ്പേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇതൊരു ലാസ്റ്റ് ഈ ലെഗിലെ ലാസ്റ്റത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ആണിത്. ഓക്കെ, സപ്ലൈ സോൺ ആണിത്. നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ സംസാരിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇവിടെ മാർക്കറ്റ് ഈ ഒരു സ്വീപ്പ് നടത്തിയതിനു ശേഷം മാർക്കറ്റിന്റെ എക്സ്ട്രീം മൊബൈലോട്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആകെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ആകെ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, അത് ഈ ഒരു വിക്കാണ്. ഈ ഒരു വിക്കാണ് ഈ ഒരു വിക്കാണ് നമുക്ക് എൻട്രി ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഫാൾ ചെയ്യുന്നത്. ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ICT ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, ഡൗൺ സൈഡ് ഫാൾ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് അടുത്ത ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നു, താഴെ ക്ലോസ് ചെയ്യുന്നില്ല, ഇൻഡിസ് നിൽക്കുന്നു. അഗൈൻ മാർക്കറ്റ് മേലെ പോയിട്ട് താഴോട്ട് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുന്നു. സോ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ICT ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമാണ്. മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്പിലോട്ട് ബൂം ചെയ്ത് ഇതിന്റെ മേലെ ഒരു ബോഡി ക്ലോസ് വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലോട്ട് എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എവിടെ ടാർഗറ്റ് വെക്കും, ടാർഗറ്റ് വെക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂഷൻ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഒരു കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടെയാണ്, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതായിരുന്നു എൻ്റെ എന്തുണ്ടായിരുന്നത് ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വ്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരുന്നു. ഇന്നലത്തെ വ്യൂ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ബ്രേക്കറായിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് ഏകദേശം ഇതുവരെ ടാർഗറ്റ് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ എന്തുണ്ടായിരുന്നത് വ്യൂ ഉണ്ടായിരുന്നത്. സിമ്പിൾ.
അപ്പോൾ മാർക്കറ്റ് അതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അഗൈൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ഡോഞ്ചി ക്യാൻഡലിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയാണ്. ടാർഗറ്റ് വെക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മാർക്കറ്റ് കണ്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു എൻട്രി പ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. വൺസ് ഇത് ബ്രേക്ക് ആയിട്ട് റീടച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി എൻട്രി ഇട്ട് വെക്കാനും പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടിയില്ല, ഈ ഒരു എൻട്രി എനിക്കിവിടെ നഷ്ടപ്പെട്ടു പോയി. ബട്ട് കുഴപ്പമില്ല, ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും പെൻഡിങ് വെച്ചിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് വൈസ് ആണെങ്കിൽ ഒരു ICT ഓർ SMC ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓൾസോ ഉണ്ട്. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ രണ്ടും തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ഫുള്ളി പവേർഡും ആണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഇൻഡിസിഷൻസും ഇവിടെയുള്ള ഒരു ടെൻഷൻ ഫുള്ള് ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് സിമ്പിളായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ പോകുന്നു, ഏറ്റവും ടോപ്പ് എത്തുന്നു, ഈ ഒരു റേഞ്ച് എത്തി, ടാർഗറ്റ് റീച്ച് ചെയ്യുന്നില്ല. ടാർഗറ്റിന് മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫാളാവുന്നുണ്ട്. സോ ഞാൻ എൻ്റെ എൻട്രി ഇവിടെ ഫാൾ വന്നപ്പോൾ ഏകദേശം ഈ റേഞ്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഈ ഒരു രീതിയിലായിരുന്നു എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് ഇവിടെയും വെച്ചു. ഇത് ഞാൻ കുറച്ചും കൂടി റിസ്ക് കൂടുതലായിട്ട് എടുത്തു. കാരണം എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് തന്നെ $50 ആയിരുന്നു. അപ്പോൾ ടാർഗറ്റ് നമുക്ക് ഇതിൽ 1:3 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു 100ന്റെ മേലെ, അതായത് $125 എന്താ അതിൻ്റെ പ്രോഫിറ്റ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി എടുക്കുന്ന റിസ്ക് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും 30 ആണ് നമ്മുടെ മിനിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് അതിൻ്റെ പകുതിയാണ്, 15 വരുന്നത്. നമുക്ക് 0.5 ആണ് മിനിമം എന്താണ് റിയാക്ഷൻ സെൻറ്ററിൽ നമുക്ക് അയച്ചു തരുന്നത്. സോ ഈ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. വൺസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ടാർഗറ്റ് അടിച്ചു. അപ്പോൾ ഇതായിരുന്നു മാർക്കറ്റിൽ നടന്നത്. ഇന്നത്തെ എൻ്റെ എൻട്രിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. കഴിഞ്ഞ വീക്കും ഞാൻ നെറ്റ് പ്രോഫിറ്റിലായിരുന്നു. കഴിഞ്ഞ വീക്ക്, ഈ വീക്ക്, 2 വീക്കിലെ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് തന്നെ ഇവിടെ ലോസ് ആയിട്ട് വിത്ത് കമ്മീഷൻ കൂടി $16 നെഗറ്റീവിലാണ് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നിൽക്കുന്നത്. എൻ്റെ 2 വീക്കിലെ മൊത്തം 4 ട്രേഡ്സിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് സിംഗിൾ ട്രേഡിൽ SL അടിച്ചു പോയി. പക്ഷേ സിംഗിൾ ട്രേഡിൽ SL അടിച്ചു പോയത് എന്തുകൊണ്ടാണ്, നമ്മൾ ക്യാപിറ്റൽ റിസ്ക് കൂടുതലായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടാണ്. എനിക്ക് കുറച്ച് സെറ്റപ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ സെറ്റപ്സിലൊക്കെ റിയാക്ഷൻ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ ഞാനൊരു $30 റിസ്ക് ചെയ്യും. പക്ഷേ അതിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വിന്നിങ് ചാൻസ് വളരെ, പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. സോ അതിലെനിക്ക് ഹൈ റിസ്ക് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ $30 സംതിങ് ആണ്. പക്ഷെ ഞാൻ ഇതുപോലത്തെ എൻട്രീസ് എനിക്ക് മന്ത്ലി 1 or 2 കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എൻട്രീസാണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ റിസ്ക് കൂട്ടുന്നുണ്ട്. ഒരു പ്രോപ്പർ ട്രേഡർ ടാഗ് ലൈൻ കിട്ടുന്നത് ഇതുപോലത്തെ എൻട്രി എടുക്കുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലാണ് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു വിഷനിൽ ട്രേഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള റിയാക്ഷൻസ് എൻട്രീസ് എല്ലാം തന്നെ നമ്മുടെ എന്താ പറയുക, ആ ഒരു മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ക്യാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇത് നമ്മുടെ ഒരു വളരെ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റിൽ അത് വൺസ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇവിടെ കട്ട് ചെയ്യാമായിരുന്നു. ഈ OBക്ക് താഴെ, ഇവിടെ ഉണ്ടാക്കിയ ലാസ്റ്റ് OBക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സിമ്പിളായിട്ട് അത് റാലി എടുക്കാമായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന ഈ ഒരു എൻട്രിയിലാണ് നമുക്ക് എന്ത് പറ്റിയത്, പണി കിട്ടിയത്. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മൾ പണ്ടും ഇത് നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഒരു ട്രേഡ്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എടുത്ത് പ്രോഫിറ്റബിളിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ജേർണലിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ആകെ 2 വീക്കായിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടേതായ പഠന വിധേയമാക്കുന്ന ഒരു ഏരിയ ആണ് ഇതിപ്പോൾ കറന്റ്. എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് ഒരു ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും വെച്ചിട്ടാണ്. ഓക്കെ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്.
പോയ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ടാർഗറ്റ് ബീറ്റ് ചെയ്തിട്ടില്ല. അഗൈൻ മാർക്കറ്റ് വന്നിട്ട് SL ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. സോ ഈ ഒരു സീനാരിയോ, അതായത് ഇനിയും ഇതുപോലത്തെ മാർക്കറ്റ് എൻട്രീസ് നമുക്ക് കിട്ടും. സോ നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു 15 ട്രേഡ്സ് ആണ്, 15 ട്രേഡ്സ് ആണ്. സോ ഒരു 15 ട്രേഡ്സ് ഈ ഒരു രീതിയിൽ, അതായത് സിമിലർ ആയിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയിലെ എൻട്രീസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, ഒരു അതിലെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിലെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 100% ഒരു സെറ്റപ്പ് കിട്ടത്തില്ല, പക്ഷെ എന്നാലും നമ്മളുടെ മോസ്റ്റ് പ്രോബബ്ലി ചെറിയ സിമിലാരിറ്റീസ് കാണാനായിട്ട് പറ്റും. ആ സിമിലാരിറ്റീസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാനാണ്, അങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ICT SMC പറയുന്ന സ്ട്രാറ്റജീസ് പഠിച്ചെങ്കിലും അതിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാത്രം യൂസ് ചെയ്തൊരു സെറ്റപ്പ് ഇതാവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ സ്ട്രാറ്റജി, അതായത് ഇൻസ്പയർഡ് സ്ട്രാറ്റജി ആണ്, അതായത് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, നമ്മൾ കണ്ടുപിടിച്ചല്ല. പക്ഷെ സ്ട്രാറ്റജി മാർക്കറ്റിലെ, ലൈവ് മാർക്കറ്റിലെ ഒരു സെറ്റപ്പ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഒരു നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടേതായ ഒരു കൈമുദ്ര പതിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് ലൈവ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫൈൻ. ഇനിയിപ്പോൾ അപ്പോൾ എൻ്റെ എൻട്രീനെ പറ്റി സംസാരിച്ചു. ഇനി നാളത്തെ മാർക്കറ്റിലെ ആൻറ്റിസിപ്പേഷൻ എന്താണ്, നമ്മൾ അല്ലെങ്കിൽ സോറി നാളത്തെ അല്ല ഇന്നത്തെ, നിങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ചാർട്ട് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇത് കിട്ടും. യെസ്, ഓക്കെ. നമ്മൾ മുന്നേ ഒരു എൻട്രി എടുത്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്, ഇതൊരു ഹൈ സപ്ലൈ സോൺ ആണ്. കാരണം ഇവിടെ നിന്നുള്ള ഫാളാണ് ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഫാൾസ് എല്ലാം തന്നെ. അതുകൊണ്ട് അതേ അപ്പൊ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റിന് ഒരു റിയാക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ റിയാക്ഷൻസ് പ്ലാൻ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ ബയാസ് പറയുന്നത് അപ്സൈഡ് ആണ്. പക്ഷേ ഈ ഒരു ലെഗിന്റെ 50% മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ടും അഗൈൻ ഇപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫാബ് ഉണ്ട്, ഈ ഒരു റേഞ്ചിന്റെ 50% മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഇൻഡ്യൂസ്മെന്റ് പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു 50 മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിലോ മാർക്കറ്റ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്ക് ചേഞ്ച് ഓഫ് കറക്റ്ററോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ, പ്രോപ്പർ എൻട്രി മോഡൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒരു റിയാക്ഷൻ എൻട്രി ആയിട്ട് എടുക്കുന്ന, അല്ലാതെ വലിയൊരു വലിയ റിസ്ക് റിവാർഡിലുള്ള എൻട്രീസ് ആയിരിക്കില്ല പ്ലാൻ ചെയ്യുന്നത്. നമ്മളുടെ മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, യെസ് ഇതൊരു കണ്ടിന്യൂഷൻ ആണ്, ഇത് കണ്ടിന്യൂഷൻ ആണ്. സോ ഞാൻ പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാനാണ്, അപ്സൈഡിലോട്ട് പോയിട്ട് ഇവിടെ 4 ഹവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 4 ഹവറിന്റെ ഒരു ICT ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ, അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ഇതിലോട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കാണാം, എൻട്രി കണ്ടിന്യൂഷൻ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ബ്രേക്ക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് റിയാക്ട് ഡൗൺ സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കും, ഉറപ്പായിട്ട് എൻട്രി ഡൗൺ സൈഡിലോട്ട് എടുക്കും. മാർക്കറ്റിന്റെ ലൈവ് മാർക്കറ്റിലുള്ള
ഇത് വെച്ചിട്ടാണ് നമ്മൾ എൻട്രീസ് പ്ലേസ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ മാത്രമാണ്. അതായത് പോകാനുള്ള ഹൈ പ്രോബബിലിറ്റി. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എൻട്രീസും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് അപ്സൈഡിലോട്ട് പോയി കാരണം നമ്മുടെ വ്യൂ നമ്മുടെ എൻട്രി ഒരേ രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട്. പക്ഷേ ഇതൊരു ഹൈ സപ്ലൈ സോൺ ആയതുകൊണ്ട് തന്നെ റിയാക്ഷൻസ് എൻട്രീസ് നമുക്ക് സിമ്പിളായിട്ടും സ്മൂത്ത് ആയിട്ടും എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ റിയാക്ഷൻസ് എൻട്രീസ് നമുക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതും എൻ്റെ ഒരു ലിസ്റ്റിലുള്ളതാണ് റിയാക്ഷൻ എൻട്രി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ വരുന്നത്. അറൗണ്ട് 20 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയി. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യും. ഇന്നലത്തെ വീഡിയോയിൽ വോയിസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇതുപോലെ ഞാൻ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഈ ഒരു എൻട്രി ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ ലാസ്റ്റ് 2 വീക്കായിട്ട് ഉള്ള ട്രേഡ്സ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ -$16 ഞാനിപ്പോൾ സ്റ്റിൽ നെഗറ്റീവിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.